PC ബേസിക്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്ന. ഞാൻ കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. ഒരുപാട് നാളത്തെ ശ്രമത്തിന് ശേഷമാണ് എനിക്കത് കിട്ടിയത്. പക്ഷേ ഞാൻ PSC ബേസിക്സ് ചാനൽ നടത്തിയിരുന്ന സമയത്ത് PSC ബേസിക്സിന് വേണ്ടി ചെയ്തിരുന്ന കണ്ടന്റുകൾ വെച്ചിട്ട് മാത്രമാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. അതായത് അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക പ്രിപ്പറേഷൻ ഒന്നും നടത്തിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ എൻ്റെ സ്റ്റുഡൻസ് ഉൾപ്പെടെ ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, ഞങ്ങൾ വർഷങ്ങളോളം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റുന്നില്ല. അതല്ലെങ്കിൽ ഞങ്ങൾ സപ്ലിയിലോ റാങ്ക് ലിസ്റ്റിന്റെ അടുത്ത് കട്ട് ഓഫിന്റെ അടുത്തോ വന്ന് ഒതുങ്ങി പോകുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ളത്. ഒരുപാട് ആൾക്കാരും നല്ല നല്ല കോഴ്സുകളൊക്കെ എടുത്തിട്ടാണ് പഠിക്കുന്നത്. നല്ല നല്ല ആപ്പ് ത്രൂ പഠിക്കുന്ന ആൾക്കാരുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ്സുകൾ നൽകുന്ന കോച്ചിങ് സെന്ററുകളിൽ പഠിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, റാങ്ക് കിട്ടിയത് അല്ലെങ്കിൽ ഒരു ആദ്യത്തെ 1 മുതൽ 10 അല്ലെങ്കിൽ 100-നകത്ത് റാങ്ക് കിട്ടിയ ആൾക്കാരൊക്കെ ഫോളോ ചെയ്തിരുന്നത് അവരവരുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. മറ്റൊരു കോച്ചിങ് സെന്ററിനെയോ മറ്റൊരു ഇൻഡിവിജ്വലിന്റെ സ്റ്റഡി പ്ലാനോ അവരെ ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ല. അവരുടെ അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ അവർക്ക് ഏതിലാണ് ലിമിറ്റേഷൻസ് ഉള്ളത്, അവർക്ക് എവിടെയാണ് മൈനസ് പോയിന്റ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലാക്കിയ സബ്ജക്റ്റിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള സ്റ്റഡി പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് അവരെല്ലാം പഠിച്ചിരുന്നത്. അത്തരത്തിൽ പഠിച്ച ആൾക്കാർക്ക് മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനും വിത്തിൻ 6 മന്ത് അല്ലെങ്കിൽ വിത്തിൻ 1 ഇയർ ടൈമിനുള്ളിൽ ജോബ് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്ര വർഷം പഠിച്ചു എന്നതിലുള്ള കാര്യം, നിങ്ങൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതിലാണ് കാര്യം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തണം. അപ്പം എങ്ങനെയാണ് നിങ്ങൾ സ്ട്രാറ്റജി കണ്ടെത്തുന്നത്? അത് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരുന്ന കുറച്ച് മെത്തേഡുകളാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഞാൻ 2-3 ഐഡിയാസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതായിട്ട്, നിങ്ങൾ തുടക്കക്കാരാണെങ്കിലും വർഷങ്ങളായിട്ട് പഠിക്കുന്നവരാണെങ്കിലും ചെക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യം, നിങ്ങൾ SCRT കവർ ചെയ്തോ എന്നുള്ളതാണ്. അത് മാത്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കുന്ന സിലബസ് അനുസരിച്ച് ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ പ്രിപ്പയറിന്റെ സിലബസ് അനുസരിച്ചിട്ട് നമ്മുടെ SCRT ചാപ്റ്റേഴ്സിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ കവർ ചെയ്തോ പഠിച്ചോ എന്നുള്ളതാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യാനുള്ളത്. ഇനി അത് പഠിച്ചു, ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾ അതിൽ പക്കയാണ് എന്നുള്ളതെങ്കിൽ രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് 100 മാർക്കിന്റെ എക്സാം തന്നെ നിങ്ങൾ OMR ഷീറ്റിൽ എഴുതി പരിശീലിക്കുക. എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യ സമയങ്ങളിലൊക്കെ നെഗറ്റീവ് മാർക്ക് മാത്രം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ പിന്നോട്ട് പോകരുത്. ഡെയിലി അല്ലെങ്കിൽ 2 days പെർ വീക്ക് അല്ലെങ്കിൽ 3 days പെർ വീക്ക് മാക്സിമം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ടൈം എടുത്ത് നിങ്ങൾ അനലൈസ് ചെയ്യുക. ആ കുറച്ച് ടൈം എടുക്കുന്നതാണ് നിങ്ങളുടെ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. പലപ്പോഴും പല ആൾക്കാരും പറയും സ്മാർട്ടായിട്ട് പഠിക്കൂ എന്ന്. പക്ഷെ എങ്ങനെ സ്മാർട്ടായിട്ട് പഠിക്കുന്നു മാത്രം ആരും പറയുന്നില്ല. അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ സ്മാർട്ടായിട്ട് പഠിക്കേണ്ടത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടത് എവിടെയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ മാർക്ക് നഷ്ടപ്പെട്ടത്, ഇനി നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണോ, അതോ അതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് എനിക്ക് പറ്റത്തില്ല, എന്നെ കൊണ്ട് ഞാൻ കൺഫ്യൂഷൻ ആവുന്നുണ്ട്, അതോ ഞാൻ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ നെർവസ് ആവുന്നുണ്ട് അതുകൊണ്ടാണോ എനിക്കത് നഷ്ടപ്പെട്ടത്, അതോ ഞാൻ പഠിച്ചതെല്ലാം എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല അതുകൊണ്ടാണോ, അതോ ഈ ഒരു പോർഷൻ എന്നെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇത് എക്സാമിന് പഠിക്കുന്നില്ല എന്ന് വാശിയിട്ടിരിക്കുന്ന ഒരു പോർഷൻ ആണോ, ആ ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റി എന്നുള്ളത് നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കുക, 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 100 മാർക്കിനും നിങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിൽ മോക്ക് ടെസ്റ്റ് ചെയ്ത് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് വിത്തിൻ 6 മന്ത് അല്ലെങ്കിൽ വിത്തിൻ 1 ഇയർ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന സ്ഥാനം പിടിച്ചു പറ്റി ഉയർന്ന ഒരു ജോബിലേക്ക് എത്തത്തുള്ളൂ. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ടെൻഷൻ ഒന്നും അടിക്കാതെ, എനിക്ക് ജോബ് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഒന്നും അടിക്കാതെ ജോബിലേക്ക് കടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി
നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരുപാട് കോച്ചിങ് സെൻറ്ററും ഒരുപാട് ആപ്പുകളും ഇൻക്ലൂഡ് മൈ ആപ്പ്, അതായത് PSC ബേസിക്സ് ആപ്പിലും ഒക്കെ ഒത്തിരി കോഴ്സുകളുണ്ട്. നമ്മൾ നല്ല സ്റ്റഡി പ്ലാനുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ നല്ല സ്ട്രാറ്റജി പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതിനേക്കാളും വേഗത്തിൽ ഇതിനേക്കാളും ഫാസ്റ്റായിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറാനുള്ള മെത്തേഡ് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടുതൽ കാലം പഠിച്ചു അല്ലെങ്കിൽ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ എടുപ്പ് നിർത്തുക. നിങ്ങളുടെ പ്രശ്നം ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്താൽ ഇവിടെ തന്നെ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ സൊല്യൂഷൻ കണ്ടെത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ കമ്പനി ബോർഡ് LGSന്റെ എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണെങ്കിൽ ആദ്യം SCRT കംപ്ലീറ്റ് ചെയ്യണം. SCRT കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓൾഡ് SCRTയും ന്യൂ SCRTയും പഠിക്കണം. അപ്പോൾ ന്യൂ SCRT കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മുടെ PSC ബേസിക്സ് ആപ്പിൽ തരുന്നുണ്ട്. കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ബാക്കി അത്യാവശ്യം നോട്ട്സുകളെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയും കിട്ടും. അപ്പോൾ ടെലിഗ്രാം ചാനൽ വഴി നമ്മുടെ അപ്ഡേറ്റ്സും കിട്ടും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.